അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല? അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇവിടെ സുഖമായി പോണു. എന്നും വീഡിയോ ഇടാൻ എനിക്ക് വാട്സപ്പിലൂടെയും അതുപോലെ കമൻറ്റിലൂടെ ഒക്കെ ചോദ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നും വീഡിയോ ഇടാത്തത് എന്താണ് എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് വിശദമായി ഇതിൽ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ഉണ്ടെങ്കിലേ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ വ്യൂസൊക്കെ വളരെ വളരെ കുറവാണ്. വീഡിയോ ഇങ്ങനെ ഇടാതായിട്ടാണ് തോന്നുന്നത് കേട്ടോ. കാണുന്നവരൊക്കെ ചോദിച്ചു ഇപ്പം എന്താ വീഡിയോ ഇടാത്തതെന്ന് കേട്ടോ. വീഡിയോ ഇടാനൊന്നും മനസ്സിനൊരു സുഖം അങ്ങോട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. കാരണം ഷാലൂനെ നായി കടിച്ചിട്ട് ഒരു മാസമായിട്ടോ. ഇപ്പോഴും ശരിക്കും അങ്ങോട്ട് തിന്നാൻ കൊടുക്കണില്ല കേട്ടോ. കുട്ടിക്ക് ഇറച്ചിക്കൊക്കെ പുതിയായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇറച്ചി മീനും ഞാൻ വല്ലാതെ കൊടുക്കില്ല. ഇറച്ചി തീരെയും കൊടുക്കലില്ല കേട്ടോ. ഒരു മാസമായി. അതിലിടക്ക് ഒരു ദിവസമാണ് 2 കഷ്ണം ചിക്കന് കൊടുത്തിക്കണ്. വേറെ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. പൂതി ഇങ്ങനെ പറയുമ്പോൾ മനസ്സിന് ഇടങ്ങറുണ്ട്. ഷാലൂനെ ഈ നായിങ്ങൾ കടിച്ചതിൻ്റെ ശേഷം നമ്മൾ യൂട്യൂബ് തുറന്നാൽ ഇന്നലെ ആയിട്ടും മിഞ്ഞാന്നായിട്ടൊക്കെ കാണുന്ന ന്യൂസ് എന്താണ്, നായി കടിച്ചുണങ്ങി പിന്നീട് സംഭവിച്ചതൊക്കെ അങ്ങനെ കേൾക്കുമ്പോഴേ വല്ലാത്തൊരു പേടിട്ടോ. എനിക്കാണെങ്കിൽ ഇപ്പോൾ മനസ്സമാധാനേ ഇല്ല. രാത്രിയിലൊക്കെ അങ്ങോട്ട് ഉണർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഷാലുവിൻ്റെ കാര്യം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. മദ്രസ്ക്ക് വിടാൻ തന്നെ തോന്നുന്നില്ല. മുറി നല്ലപോലെ ഉണങ്ങിയിട്ട് അങ്ങോട്ട് മദ്രസ്ക്ക് വിടാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ ഉസ്താദും അതന്നെ കേട്ടോ പറഞ്ഞത്, നല്ല ഉണങ്ങിക്കോട്ടെ, ഉണങ്ങിയതിൻ്റെ ശേഷം വന്നാൽ മതി. പിന്നെ മുറിക്ക് നല്ല കാറ്റ് കൊള്ളണം. അപ്പം നമ്മൾ പെരയിലാവുമ്പോഴാണല്ലോ അതൊക്കെ നടക്കുള്ളൂ. അപ്പം അങ്ങനെ പെരയിലിരിക്കണുണ്ട്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. വീഡിയോ കാണുന്നവരൊക്കെ ഇനി ഇതിനാലും മൂലം ഷാലൂന് ഒന്നും ഇല്ലാതിരിക്കട്ടെ, അത്രേ ഉള്ളൂ. ഷാലൂനെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ സോപ്പിട്ട് ഇരുത്തിയേക്കാണ്. കാരണം ഞമ്മക്കും എവിടേക്കും പോകാൻ പറ്റൂല, ഓനോട്ട് എവിടേക്കും പോക്കുമില്ല കേട്ടോ. ഓനക്ക് പുറത്തേക്ക് ഇറങ്ങാഞ്ഞിട്ടൊക്കെ അങ്ങനെ വല്ലാത്തൊരു ഇടങ്ങാറാണ്. ഞാൻ പെരപ്പണിയില്ല ആ സ്ഥലത്തേക്ക് ഒന്ന് ഉച്ചരിയുമ്പോൾ കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോണത്. അതുകൊണ്ടാണ് മക്കളെ വീഡിയോ ഒന്ന് ഇടാത്തത് കേട്ടോ. നല്ലപോലെ വെച്ചുണ്ടാക്കുന്നുണ്ടെങ്കിലല്ലേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ചപ്പാത്തി ഞാൻ ഓന് പൊറാട്ടക്ക് പൂതി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മൈദപ്പൊടി കൊണ്ട് തന്നെ നല്ല മടക്ക് ചപ്പാത്തി ഇട്ടോ. പൊറാട്ടനെക്കാട്ടും ടേസ്റ്റാണ്. ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ ഇതിൻ്റെ മുന്നേ നമ്മളെ ചാനലിൽ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വിശദമായി പറയണില്ല. അതിൻ്റെ ശേഷം ഞാൻ പൊടി കുഴച്ച് വെച്ചിട്ട് തലേദിവസം ഉള്ളിയൊക്കെ നേരാക്കാണ്. പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പരിപ്പും കറിയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ പണിയൊക്കെ എത്ര എളുപ്പമാണ് കജ്ജാച്ചിട്ടാ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുക, വീഡിയോ എടുക്കുക, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ പണിയൊക്കെ എളുപ്പം കജ്ജും. മനസ്സിനൊരു സമാധാനം കിട്ടിയില്ല, അതാണ് എന്നുള്ളൂ കേട്ടോ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം ഒന്നും പാടെ പറയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ നേരാക്കി വെച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് അതിക്ക് 2 മണി കടുക് ഇട്ട് കൊടുത്ത് 2 വെളുത്തുള്ളി പോണി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ലേശം വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ചോന്ന കളറായപ്പോൾ കൊത്തമര നുറുക്കി വെച്ചിരുന്നു, അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊത്തമര നമ്മളെ ശരീരത്തിന് നല്ലതാണ്. പക്ഷേ ഇതെല്ലാവർക്കും അങ്ങോട്ട് പറ്റൂല. ചെറിയൊരു കയ്പ്പ് ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടി കണ്ടാട്ടത് ചെയ്യണത്. ഇതിലേക്ക് നമ്മൾ ലേശം തേങ്ങയും ജീരകമൊക്കെ അരച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതിക്ക് ലേശം വെള്ളം അങ്ങോട്ട് പാർന്നിട്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ലേശം ഉള്ളിയൊക്കെ നേരാക്കാണ്. വെളുത്തുള്ളി ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ചുവന്നുള്ളി പോണാട്ട് നേരാക്കണത് തേങ്ങ ചതക്കുമ്പോൾ അതിക്ക് കൂട്ടാൻ വേണ്ടി കണ്ടാണ്. അങ്ങനെ മിക്സിയുടെ ജാർക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തോനെ തേങ്ങ പറ്റൂല, അതിലിങ്ങനെ കായം പെരണ്ടിങ്ങാണ്ട് അതുപോലെ തന്നെ നല്ല അരക്കാനും പറ്റൂലല്ലോ. അപ്പോൾ തേങ്ങയൊക്കെ പിന്നെ നമ്മളെ ഫ്രിഡ്ജിൽ കുറേ കൊണ്ട് ചിരകി വെച്ചിട്ട് അപ്പോൾ എളുപ്പമുണ്ടല്ലോ പണിക്ക്. അതിക്ക് ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. നേരാക്കി വെച്ച ചുവന്നുള്ളി പോണി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ഇങ്ങോട്ട് കറക്കി എടുക്കട്ടെ. നൈസായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കണ്ട, ഒന്നും ഇങ്ങോട്ട് കറക്കി എടുക്കുക, അല്ലാത്തൊരു പണിയില്ല. അങ്ങനെ ചതച്ചവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം കുക്കർ എടുത്തിട്ട് അതിക്ക് 2-3-4 തക്കാളി നുറുക്കിയിടുകയാണ് കേട്ടോ. തക്കാളി എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പരിപ്പും കറി ആട്ടോ വെക്കുന്നത്. പരിപ്പും കറി ഭയങ്കര ഇഷ്ടമാട്ടോ ഷാലോനും മോനൂനും ഒക്കെ. വേറൊരു കൂട്ടാനും വേണ്ട. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ പരിപ്പും കറി ഉണ്ടാക്കുക ഓനിക്ക് മുട്ട പൊരിച്ചും കൊടുക്കാമല്ലോ കരുതിങ്ങാണ്ടാണ്. പിന്നെ പരിപ്പ് ഒരുപാട് നേരം വെള്ളത്തിലിട്ടുകൊണ്ട് നല്ല സുഖമാണ് കേട്ടോ. ഒറ്റ വിസിൽ പരിപ്പ് നല്ല വെന്ത് കിട്ടും. ലേശം മഞ്ഞപ്പൊടിയും കൂട്ടിയിട്ടുണ്ട്. ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം എന്താ വെച്ചാൽ പതച്ച് പോവാതിരിക്കണം. നമ്മൾ ഈ പരിപ്പൊക്കെ അടുപ്പത്ത് വെക്കുമ്പോഴേ പതച്ച് പോയിട്ട് ഗ്യാസും കുക്കറിൻ്റെ അടുപ്പും ആകെ മൊത്തം അവിടെ ഇങ്ങോട്ട് നാശമാവും. അടുക്കളയൊക്കെ തുടച്ച് കഴിഞ്ഞു പിന്നെ പറയും വേണ്ട. അങ്ങനെ അതവിടെ സെറ്റാക്കി വെച്ചു. അതിൻ്റെ ശേഷം കുക്കറിലല്ലേ ചോറ് വയ്ക്കൽ. ഇപ്പോഴും കുറുവരി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ലേശം പാട് അരിയുണ്ട് പെരുന്നാൾക്ക് കിട്ടിയ. അങ്ങനെ അയറൊക്കെ ഒഴിവാക്കി ലേശം വെള്ളം അങ്ങോട്ട് പാർന്ന് നല്ലോണം ഇളക്കി കൊടുത്ത് വെട്ടി ഒന്ന് അങ്ങോട്ട് തിളക്കട്ടെ.
അതിന് ഇപ്പേരിയൊക്കെ ഒന്ന് തുറന്നിട്ട് കൊടുക്കാണ്ടോ. എന്താ വെച്ചാൽ ഇതിൽ വെള്ളം കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം കേട്ടോ. അങ്ങനെ ഞാൻ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് വറ്റുമ്പത്തിന് ഇതൊന്ന് നേരാക്കട്ടെ. പിന്നെ ചപ്പാത്തിക്ക് ഇന്നുണ്ടല്ലോ കൂനാട്ട കറി, നല്ല ടേസ്റ്റാണല്ലോ കൂന് കറി. അപ്പോൾ അതൊന്ന് നുള്ളിപ്പെറുക്കി നേരാക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം മക്കളെ. പിന്നെ എന്താ വെച്ചാൽ 5 മണിക്ക് അടുക്കള കയറുന്നതുകൊണ്ട് നല്ല സുഖമാണ്. അപ്പോൾ അതവിടെ വെച്ചിട്ട് ഞാൻ തേങ്ങ ചതച്ചതൊന്ന് നമ്മളെ പെരിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. ഈ കൊത്തമര ആണെങ്കിൽ വേവാദ്യം പറ്റൂല, എന്നാൽ ഏറാനും പറ്റൂലല്ലോ. അങ്ങനെ തേങ്ങ ഇട്ടുകൊടുത്ത് ഒന്ന് ഇതാക്കി അതവിടെ വെച്ചിട്ടുണ്ട്. തീയൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പേരിയും തേങ്ങയൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഒരുപോലെ ഇങ്ങോട്ട് ആയി വരാനാട്ടോ ആ പണി ചെയ്യണത്. പിന്നെ നമുക്ക് മീൻ കിട്ടിക്കണ അയിലച്ചമ്പാനാണ് കേട്ടോ. അപ്പം അയിലച്ചമ്പാൻ പൊരിച്ചാണ്. എന്നാൽ പിന്നെ കറി അതും ഉണ്ടല്ലോ. അപ്പം ഞാൻ അയിലച്ചമ്പാന് നുറുക്കിങ്ങാണ്ട് പൊറിച്ചാലൊരു പുറപ്പാടാണ്. അങ്ങനെ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പേരും ശരിയായിട്ടുണ്ട്. അതങ്ങോട്ട് മാങ്ങി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പരിപ്പും തക്കാളി നുറുക്കി വെച്ച കുക്കർ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഒറ്റ വിസിൽ മതി എളുപ്പമുണ്ടാവാൻ. ആ പരിപ്പും കറി തൂമിച്ചാൽ വേണ്ട ലേശം ഉള്ളിയും വേണം. അതുപോലെ മീനിക്ക് കായം കൂട്ടാനും ലേശം ഉള്ളി വേണം. അപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും രണ്ടുക്കും വേണം. അതൊന്നും ചതച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഇടുന്നത് വലിയ ജീരകം കേട്ടോ. വലിയ ജീരക ലേശം പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മീനൊക്കെ പൊരിച്ചുമ്പോൾ അതിലങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നല്ല രസമാണ് കേട്ടോ. പിന്നെ ലേശം വേപ്പിൻ്റെ ഇല അങ്ങോട്ട് എഴുതും. പിന്നെ മുളകും പൊടി എന്താണെന്നാ ഒരു കളർ അങ്ങോട്ട് കിട്ടണില്ല കേട്ടോ. നല്ല എരിവുണ്ട്, കളറ് കമ്മിയാണ്. അങ്ങനെ മീൻ പൊരിച്ചാലത് അവിടെ റെഡിയാക്കി വെച്ച് ഇനി ഞാൻ കൂനൊന്ന് നേരാക്കട്ടെ. ചപ്പാത്തി തിന്നുമ്പത്തിന് ഇതാവണമല്ലോ. അങ്ങനെ കൂനൊക്കെ ഇതാ നേരാക്കി കഴിഞ്ഞപ്പോൾ ഇത്തരം ഉള്ളൂ കേട്ടോ. അതിലിടക്ക് ഇതാ മീൻ ഇവിടെ കടന്ന് പൊരിയുന്നുണ്ട്. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ കൂനിക്ക് ഈട്ടം കൂട്ടാൻ വേണ്ടി കാണാണ് വെല്ലുള്ളി എടുക്കണത് കേട്ടോ. കാരണം കൂന് മാത്രം വെച്ചാൽ നല്ല രസം ഉണ്ടാവും. പക്ഷെ ഇത് ഒരാൾക്ക് തന്നെ തിന്നാൻ അങ്ങോട്ട് തികയില്ല കേട്ടോ. കായം പെരണ്ടാവാനാണ് വെല്ലുള്ളി നുറുക്കി വെച്ചത്. അപ്പം ഇതാ നമ്മളെ പരിപ്പും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തക്കാളിയും പരിപ്പൊക്കെ വെന്ത് പാകത്തിന് വെള്ളമൊക്കെ പാർന്ന് മാങ്ങി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നും ഇങ്ങോട്ട് തൂമിച്ചണം. അതിന് വേണ്ടി ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ലേശം കടുക് അങ്ങോട്ട് ഇട്ടുകൊടുത്ത് അതിക്ക് ഇതാ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോ അങ്ങോട്ട് മൂത്തി. അപ്പോൾ ലേശം വേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ 2 ഉണക്കമുളകും അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ഒന്നങ്ങോട്ട് ഇളക്കിയിട്ട് പരിപ്പും കറിയൊക്കെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ തൂമിച്ച് പാരലും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഭയങ്കര രസമാണ്. കണ്ടില്ല നിങ്ങൾ, ഒരുപാട് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേന് പാത്രം എത്ര എളുപ്പമാണ് കാലിയാവുക. പിന്നെ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പം ചിലവും ഉണ്ടാവും കേട്ടോ ചോറിന്. ഷാലൂനാണെങ്കിൽ ഒന്നും തിന്നാൻ കൊടുക്കാത്തതുകൊണ്ട് ഷാലൂന് പൈപ്പ് കുറച്ച് കൂടിയിട്ടുണ്ട്. അതൊരു റാഹത്ത് തന്നെയല്ലേ. അതിന് ശേഷം ഞാൻ വേറെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് വെല്ലുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെല്ലുള്ളി ഇട്ട് കൊടുത്ത് വാടുമ്പോഴത്തേന് ഞാൻ മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. മീനൊക്കെ കരിയേൽ തുടങ്ങിക്കണം കേട്ടോ. ഇവിടെയാണ് ഈ മീൻ വല്ലാതെ ഇങ്ങോട്ട് കരിയാൻ പറ്റൂല കേട്ടോ. ഒരു ഹാഫ് വേവ് പോലെയാണെങ്കിൽ അത്രയും ഇഷ്ടമാണ്. അതിൻ്റെ ശേഷം ഞാൻ മീനൊന്ന് വാങ്ങിയിട്ട് ഒരു ചായപാത്രത്തിൽ ലേശം വെള്ളം പാർന്ന് അതിക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൂനൊന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരാക്കിയത്. കാരണം ഇതൊന്ന് നല്ല തിളപ്പിച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ. കാരണം ഈ കൂന് അതുപോലെ കോളിഫ്ലവറൊന്നും നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഇടാൻ പറ്റില്ല. വല്ല അണുക്കളുണ്ടെങ്കിൽ ചാവാൻ വേണ്ടിങ്ങാണ്ട് ലേശം മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അതിൻ്റെ ശേഷം ഉള്ളിലേക്ക് ലേശം മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാലയും മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം അങ്ങോട്ട് വാറ്റിയിട്ടുണ്ട് കേട്ടോ. ആ മസാലയുടെ പച്ചമണമൊക്കെ പോവോളം വാട്ടിയതിൻ്റെ ശേഷം കൂന അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലേശം വെള്ളം അങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ട് നല്ല വേവ് ഉണ്ടല്ലോ കൂനിന്. അപ്പോൾ അത് നല്ലോണം വേവട്ടെ. അപ്പത്തിന് ഞാനിവിടെ ചപ്പാത്തിക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഫുള്ളായിട്ട് കാണിച്ചാത്ത എന്താ വെച്ചാൽ ഇതിൻ്റെ മുന്നിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടത്. അപ്പോൾ ചപ്പാത്തിയൊക്കെ നല്ല പൊള്ളായി വരുന്നുണ്ട്. എങ്ങനെ ആയാലും ഈ ഒരു ചപ്പാത്തിൻ്റെ ഭയങ്കര രസമാണ് കേട്ടോ. അത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി ചുട്ടതൊന്ന് കാണിച്ചു തരാം. കണ്ടില്ല നിങ്ങൾ, നല്ല ലെയറായി പോരുന്നുണ്ട്. എത്ര നേരം ഇരുന്നാലും ഇത് ബലം വെക്കൂല കേട്ടോ. പൊറാട്ടൊക്കെ വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾ ബലം വെക്കൂല. ഇത് അങ്ങനെ ആവൂല. പിന്നെ കൂനിതാ ഞാൻ നല്ല കുറുകിയാണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് എന്നിട്ടോ രണ്ടും. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അസ്സലാമു അലൈക്കും.